ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ കുടുംബവിളക്ക് സീരിയലിലെ ഇന്നത്തെ റിവ്യൂ ആണ് പറയുന്നത്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിദ്ധാർത്ഥിനെയും ശീതളിനെയും കാണിച്ചുകൊണ്ടാണ്. സിദ്ധാർത്ഥ് ശീതളിനോട് പറയുകയാണ്, സ്വന്തം വീട്ടിൽ സമാധാനമില്ലാഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ, നീയായിട്ട് ഇവിടെ എൻ്റെ മനസ്സമാധാനം കളയൂ. ഇത് കേൾക്കുന്ന ശീതളിന് ഭയങ്കരമായ സങ്കടം ഉണ്ടാകുന്നു. അവൾ മുറിയിലേക്ക് പോകുന്നു. ശീതൾ കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ആലോചിക്കുന്നു. ഇനി നാണം കെട്ട് ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇവിടെ നിന്നും പോയാലും ഞാൻ എവിടേക്ക് പോകും? വീട്ടിലേക്ക് പോയാലോ? ശേഷം വീട്ടിൽ പെട്ടിയുമായി പോകുന്നതായി ശീതൾ ആലോചിക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് പ്രതീഷും അനന്യയെ അവളെ ചോദ്യം ചെയ്യുന്നു. നീ എന്താ ഇവിടെ വന്നേ? പ്രതീഷ് ചോദിക്കുന്നു. നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയതല്ലേ? അടുത്ത അനന്യ ചോദിക്കുകയാണ്, സ്വന്തം അമ്മയെ തള്ളി പറഞ്ഞ് വേദികാന്റിയെ തിരക്കി പോയതല്ലേ? വേദികാന്റിയുടെ കയ്യിൽ നിന്ന് എത്ര അടി കിട്ടി? അപ്പോഴേക്ക് സുമിത്ര അവിടേക്ക് വരുന്നു. സുമിത്രയെ കണ്ടതോടെ ശീതൾ അമ്മയെ എന്ന് വിളിച്ച് ഓടിപ്പോകുന്നു. പെട്ടെന്ന് സുമിത്ര പറയുന്നു, തൊട്ടു പോകരുത് തന്നെ, പെറ്റമ്മയെ തള്ളി പറഞ്ഞ് ഇന്നലെ കണ്ടൊരുത്തിയുടെ അടുത്ത് പോയതല്ലേ? നീ ഇവിടുന്ന് പോയത് ഒറ്റയ്ക്കല്ല, കൂടെ വേറൊരാളും ഉണ്ടായിരുന്നല്ലോ, അയാളെയും കൊണ്ടുവാ, അപ്പം നിന്നെ ഇവിടെ കയറ്റാം. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് ശീതൾ പടിയിറങ്ങുന്നു. അങ്ങോട്ടും പോകാൻ പറ്റില്ല, ആർക്കും എന്നെ വേണ്ട, അച്ഛനും എന്നെ വേണ്ടാതായി. ശേഷം അവൾ ജാമട്രി ബോക്സിൽ നിന്നും ഒരു ബ്ലേഡ് എടുക്കുന്നു. ഇല്ല, ഞാൻ ആർക്കും ഒരു ഭാരമാകില്ല, ഞാനിനി ജീവിക്കില്ല എന്ന് പറഞ്ഞവൾ വെയിൻ കട്ട് ചെയ്യുന്നു. ഇതേ സമയം സുമിത്ര മോളെ എന്ന് വിളിച്ച് ഞെട്ടി ഉണരുന്നു. പ്രതീഷ്, അനന്യ, അനിരുദ്ധ് എന്നിവർ റൂമിലേക്ക് വന്ന് എന്താ അമ്മേ എന്ന് ചോദിക്കുന്നു. ഞാനൊരു സ്വപ്നം കണ്ടതാ മക്കളെ. വെറുതെ ഓരോന്ന് കണ്ട് മനുഷ്യൻ്റെ ഉറക്കം കളയും എന്ന് അനിരുദ്ധ് പിറുപിറുത്തുകൊണ്ട് പോകുന്നു. അനന്യ, അമ്മ ഓരോന്ന് ഓർക്കാതെ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് അനന്യ അവിടുന്ന് പോകുന്നു. അവർ പോയതിനു ശേഷം പ്രതീഷ് ചോദിക്കുന്നു, എന്ത് സ്വപ്നമാ അമ്മയെ കണ്ടത്? ശീതളിനെ കുറിച്ചാ മോനെ. അവൾ ഉറക്കെ കളയുന്നു. ആരും കേൾക്കുന്നില്ല അവളുടെ കരച്ചിൽ. മോനെ, നമുക്ക് അവളെ ഒന്ന് വിളിച്ചാലോ? ഈ രാത്രിയിലോ? വേണ്ടമ്മേ, അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അച്ഛനാണെ നല്ല ഉറക്കത്തിലും ആയിരിക്കും. അടുത്ത സീനായിട്ട് കാണിക്കുന്നത് വേദിക ഹാളിൽ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് സിദ്ധു ചെല്ലുന്നു. നീ ശീതളിനെ കോഫി കുടിക്കാൻ വിളിച്ചില്ലേ? ഇന്നലത്തെ പിണക്കമായിരിക്കും അവൾക്ക്. എന്നെ കണ്ടാൽ അവൾക്ക് കൂടുതൽ ദേഷ്യമാകും എന്ന് വേദിക പറയുന്നു. നിനക്ക് അവൾ ഒരു കോഫി എടുത്ത് പിണക്കം മാറ്റാമായിരുന്നില്ലേ? അവൾക്ക് തിരിച്ചുവാകാമല്ലോ, ഞാനല്ലേ പ്രായത്തിന് മൂത്തത്. വേദികയുടെ മുഖത്ത് നല്ല ദേഷ്യം കാണാം. ഞാനും അവളെ ഇന്നലെ ഒരുപാട് വഴക്കു പറഞ്ഞു. എന്നോട് പിണക്കമായിരിക്കും. ഞാനൊരു കോഫി എടുത്ത് അവളുടെ പിണക്കം മാറ്റാം. സിദ്ധാർത്ഥ് മുറിയിലേക്ക് ചെല്ലുന്നു. ശീതൾ തിരിഞ്ഞു കിടക്കുകയാണ്. അവളെ നേരെ കിളത്തി വിളിക്കുന്നതിനിടയിൽ അവളുടെ വെയിൻ കട്ട് ചെയ്തിരിക്കുന്നതായി സിദ്ധുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സിദ്ധു മോളെ എന്ന് വിളിച്ചുകൊണ്ട് ശീതളിനെ മടിയിൽ കിടത്തുന്നു. വേദികയെ എന്ന് ഉറക്കെ ഒപ്പം വിളിക്കുന്നു. വേദികയെ അങ്ങോട്ട് വരുന്നു. ശേഷം ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ വേദികയും സിദ്ധാർത്ഥും നീരവും ശീതളിനെ കൊണ്ടെത്തിക്കുന്നു. ഡോക്ടർ സിദ്ധുവിനെ ചോദ്യം ചെയ്യുന്നു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഡോക്ടർ. ഞാൻ മുറിയിൽ ചെന്നപ്പോൾ മോള് ബോധം കെട്ട് കിടക്കുന്നതാണ് കണ്ടത്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ഇവിടെ കൊണ്ടുവന്നിട്ട്. ഇതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ്, നിങ്ങൾ ഓർക്കണം. സിദ്ധാർത്ഥ് ഉത്തരമില്ലാതെ തലതാഴ്ത്തി നിൽക്കുന്നു. ശരി, നിങ്ങൾ വെളിയിൽ നിൽക്കൂ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ പറയുന്നു. സിദ്ധാർത്ഥ് പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് വരുന്ന സിദ്ധാർത്ഥിനെ കണ്ട വേദിക, എന്താ സിദ്ധു, എങ്ങനെയുണ്ട് ശീതളിന്? ബോധം വന്നോ? ഇല്ല, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന അതേ അവസ്ഥ തന്നെയാണ് അവൾക്ക്. ഡോക്ടർ എന്നോട് കുറേ ചോദിച്ചു, എനിക്കൊന്നിനും ഉത്തരമില്ല. അതിനൊന്നും ഉത്തരമില്ലാതെയല്ലേ ഞാനിവിടെ വന്നതും. നമുക്ക് ശീതളിനെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചാലോ എന്ന് വേദിക ചോദിക്കുന്നു. വേണ്ട, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇതിനിടയിൽ നീരവ് സിദ്ധാർത്ഥിനോട്, അങ്കിൾ, ശീതളേച്ചി മരിച്ചു പോകുമോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് സിദ്ധാർത്ഥ് കൂടുതൽ ടെൻഷനാകുന്നു. ഇതേസമയം ഡോക്ടർ പുറത്തേക്ക് വരുന്നു. സിദ്ധാർത്ഥ് ഡോക്ടറിനോട് ചോദിക്കുന്നു, ശീതളിന് ബോധം വന്നോ? എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. ആ കുട്ടിക്ക് ബോധം വന്നിട്ടില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ അവളോട് സംസാരിക്കുന്നേ? വേദിക ഡോക്ടറിനോട്, ഡോക്ടർ, അവൾ എങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല. ഡോക്ടർ സിദ്ധുവിനോട് പറയുന്നു, നിങ്ങൾ ആ കുട്ടിയുടെ അച്ഛനല്ലേ? ആ കുട്ടിക്ക് AB നെഗറ്റീവ് ബ്ലഡിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് അതാണെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അതെ ഡോക്ടർ, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാണ്, ഞാൻ തരാം ബ്ലഡ്. അപ്പോൾ വേദിക പറയുന്നു, ഇദ്ദേഹത്തിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഡോക്ടർ. ഇദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്.
മാത്രമല്ല അദ്ദേഹത്തിന് ആൻജിയോഗ്രാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. എങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്താൽ അത് കൂടുതൽ പ്രശ്നമാകും എന്ന് ഡോക്ടർ പറയുന്നു. എന്ന് ഡോക്ടർ അവിടുന്ന് പോകുന്നു. സിദ്ധാർത്ഥ് കൂടുതൽ ടെൻഷൻ ആയിരിക്കുന്നു കണ്ട് വേദിക, ശീതളിനെ നമുക്ക് ഏറ്റവും നല്ല ഹോസ്പിറ്റലല്ലേ എത്തിച്ചിരിക്കുന്നത്, എല്ലാം അവർ നോക്കിക്കൊള്ളൂ. ശേഷം കാണിക്കുന്നത് ഡോക്ടർ ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിലേക്ക് വിളിക്കുന്നു. AB നെഗറ്റീവ് ബ്ലഡ് ആവശ്യമുണ്ട്. സ്റ്റോക്ക് ഇല്ല, ഡോക്ടർ ഡോണറിനെ അറിയിക്കാമെന്നും 4 ഡോണേഴ്സ് മാത്രമേ ലിസ്റ്റിലുള്ളൂ എന്നും 2 പേർ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്നും ഒരാൾ ബ്ലഡ് കൊടുത്ത് കുറച്ച് ദിവസമായിട്ടുള്ളൂ, പിന്നെ ഒരാളുണ്ട്, അയാളെ വിളിച്ച് നോക്കാമെന്നും പറയുന്നു. പെട്ടെന്ന് വിളിക്ക്, എമർജൻസി ആണെന്ന് ഡോക്ടർ അറിയിച്ചതിനെ തുടർന്ന് അയാൾ ഡോണറിനെ ഫോണിൽ വിളിക്കുന്നു. ഫോൺ എടുത്തത് പ്രതീഷാണ്. PKT ഹോസ്പിറ്റലിൽ നിന്നാണ്, എമർജൻസിയായി AB നെഗറ്റീവ് ബ്ലഡ് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് വരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. ഉടനെ വരണോ, അത്യാവശ്യമാണോ എന്ന് പ്രതീഷിൻ്റെ ചോദ്യത്തിന് അതെ, എമർജൻസിയാണ്. ഞങ്ങളുടെ കയ്യിൽ 4 പേരുടെ ലിസ്റ്റ് മാത്രമേ, AB നെഗറ്റീവിൻ്റെ ലിസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 പേർ ഔട്ട് ഓഫ് സ്റ്റേഷൻ. ഒരാൾ കുറച്ചു മുമ്പ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതേ ഉള്ളൂ, പിന്നെയുള്ളത് നിങ്ങളാ, വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഞാൻ ഉടനെ എത്താമെന്ന് പറഞ്ഞ് പ്രതീഷ് ഫോൺ കട്ട് ചെയ്യുന്നു. അതേസമയം സുമിത്ര ചായയുമായി വന്ന് പ്രതീഷിനടുത്തേക്ക് വരുന്നു. ഇപ്പോൾ ചായ വേണ്ടമ്മേ, എനിക്കൊന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകണം, ഒരു എമർജൻസി കേസാണ്. ശരി മോനെ, നീ പെട്ടെന്ന് പൊക്കോ, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയാൽ അത് വലിയ ഭാഗ്യമല്ലേ എന്ന് സുമിത്ര പറയുന്നു. പ്രതീഷ് അവിടെ നിന്നും പോകുന്നു. ഇതോടെ എപ്പിസോഡ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.